ബയോകെമിസ്ട്രി ഒരിക്കലും പാസ് ആവാനുള്ള സബ്ജക്ട് മാത്രമല്ല, ഫ്യൂച്ചർ നഴ്സായി പേഷ്യന്റിനെ ബെറ്റർ ആയിട്ട് മനസ്സിലാക്കാനുള്ള ബേസ് ആണ്. പല സ്റ്റുഡൻസും ബയോകെമിസ്ട്രീനെ ഫസ്റ്റ് ഇയർ ഹെഡേക്കായി മാത്രം കാണും. ഇത് ക്ലിനിക്കൽ പ്രാക്ടീസിൽ എന്തിന് എന്ന് നിങ്ങൾ ചോദിക്കും അല്ലേ? അതാണ് സബ്ജക്റ്റിനോട് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ബയോകെമിസ്ട്രി പഠിക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ് എന്താണെന്ന് അറിയോ? ഓരോ ടോപ്പിക്കിനെയും പേഷ്യന്റിന്റെ കണ്ടീഷനോട് നിങ്ങൾ കണക്ട് ചെയ്യുക. ഗ്ലൂക്കോസ് പഠിച്ചാൽ ഡയബറ്റീസ് ഓർക്കുക, പ്രോട്ടീൻ പഠിച്ചാൽ വൂണ്ട് ഹീലിംഗ് നിങ്ങൾ ഓർക്കുക, അതുപോലെ ഫാറ്റ് പഠിച്ചാൽ ഒബേസിറ്റി, കീറ്റോൺ ബോഡീസ് നിങ്ങൾ ഓർക്കുക, അതുപോലെ എൻസൈംസ് പഠിച്ചാൽ ലിവർ ഫംഗ്ഷൻ, ഹാർട്ട് മാർക്കേഴ്സ് ഓർക്കുക, വിറ്റമിൻസ് പഠിച്ചാലോ ഡെഫിഷ്യൻസി, സിംറ്റംസ് എന്നിവ ഓർക്കുക. ഇങ്ങനെ കണക്ട് ചെയ്താൽ ബയോകെമിസ്ട്രി ഒരിക്കലും ഐസൊലേറ്റഡ് സബ്ജക്റ്റ് അല്ല, നഴ്സിംഗ് കെയറിന്റെ ഫൗണ്ടേഷൻ ആകും. ഹോസ്പിറ്റലിൽ ലാബ് റിപ്പോർട്ട്സ് കാണുമ്പോൾ വാല്യൂസ് വെറും നമ്പേഴ്സ് ആയി നിങ്ങൾക്ക് ഒരിക്കലും തോന്നില്ല. അതിന് പിന്നിലെ ബോഡി ചേഞ്ചസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. അതാണ് കോൺഫിഡൻസ്. നഴ്സിംഗ് സ്റ്റുഡന്റ് ആകാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇനി ബയോകെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരു നോട്ട്ബുക്കിൽ ഓരോ ടോപ്പിക്കിനും ഒരു പേഷ്യന്റിനെ നിങ്ങൾ എക്സാമ്പിൾ ആയി എഴുതുക. അത് നിങ്ങളുടെ മെമ്മറി ശക്തമാക്കും. ബയോകെമിസ്ട്രി പേഷ്യന്റ് എക്സാമ്പിൾസ് ഉപയോഗിച്ച് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യൂ. ഇതുപോലെ ഡെയിലി യൂസ്ഫുൾ കോൺസെപ്റ്റ്സ് വളരെ സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യുന്ന റീൽസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ പേജ് ഫോളോ ചെയ്യും. ഇങ്ങനെ സിമ്പിളായി മലയാളം എക്സ്പ്ലനേഷൻ ഉപയോഗിച്ച് പഠിക്കാൻ സഹായിക്കുന്ന സബ്ജക്ട് വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഡെമോ ക്ലാസ് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ DM-ൽ ഡെമോ എന്ന് മെസ്സേജ് അയക്കും.